ബുക്ക് പിടിച്ചോണ്ട് വന്നിട്ട് ഇതില് തൊട്ട് സത്യം ചെയ്യാന്ന് പറയുന്ന 6 വർഷം എടുത്താ നീ ഇതിനു വേണ്ടി? എന്താ തെമ്മാടിത്തരമാണ് നീ കാണിക്കുന്നത്? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിനക്ക് അധികാരമോ മറ്റോ മറിച്ചതോ വേണമെന്നുണ്ടെങ്കിൽ നീ അതിനു വേണ്ടി ശ്രമിക്കുക. എന്തായാലും നിന്നെ മുസ്ലിം ലീഗില് യാതൊരു കാരണവശാലും നിന്നെ ഇനി എടുക്കില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. നീ മാർക്സിസ്റ്റുകാരോടെ പോയി. നീ യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ യാതൊരു പിന്നെ ലക്ഷണവും നിന്നിൽ ഇല്ല. നീ കാണിക്കുന്ന അത്രയും ശുദ്ധ പോകൃത്തരവും തെമ്മാടിത്തരമാണ്. സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധങ്ങളും അതും ഇതുമൊക്കെ നാട്ടുകാർ കണ്ടതാണ്, കേട്ടിട്ടാണ്. ഖുർആൻ കടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സ്വർണം കയറ്റി എന്നൊക്കെ പറഞ്ഞ അഴിമതി അതും ഇതുമൊക്കെ വന്ന് നീ പുറത്തു പോയതല്ലേ? നിന്നെ പുറത്താക്കിയതല്ലേ അവര്? ഇപ്പൊ മന്ത്രിസ്ഥാനം കിട്ടാതെ നിനക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. നിനക്ക് തീരെ സഹിക്കുന്നില്ല. PK ഫിറോസ് പൊങ്ങിപ്പോകുന്നു. ചിലപ്പോൾ MLA ആവും, ചിലപ്പോൾ മന്ത്രിയാവും അടുത്ത UDF മന്ത്രിസഭ വരെയാണെങ്കിൽ. അതൊന്നും നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ശരി, നീ ഇത് നിർത്തണം. നീ അടങ്ങി ഒതുങ്ങി കഴിയണം. നീ അന്തസ്സുള്ള അഭിമാനമുള്ള കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ നിനക്കിത് പറ്റിയതല്ല പരദൂഷണം പറയല്. ഇവിടെ നീ ഉംറ ചെയ്തിട്ട് വന്ന് ആളുടെ പരദൂഷണം പറഞ്ഞ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു മുസ്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട. കാരണം നീ മാർക്സിസ്റ്റ് പാർട്ടി പോയെന്ന് പറഞ്ഞ് എന്ത് ചെറ്റത്തരം കാണിക്കാന്നാ നിനക്ക്? നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നാ? നീ എന്താണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്? നീ റോഡിലിറങ്ങി നടക്കൂല ഇങ്ങനെയാണെങ്കിൽ, കേട്ടാ? നീ അത് മനസ്സിലാക്കിയോ? നീ യാതൊരു കാരണവശാലും അടുത്ത നിയമസഭ കാണുകയില്ല. അത് ജനങ്ങൾക്ക് മനസ്സിലായി നിന്നെ പറ്റി. നീ എന്താണെന്നും നിന്റെ പ്രവൃത്തി എന്താണെന്നും നിന്റെ ബാക്കിയുള്ള ചെയ്യുകളെ നീ അതായത് മുസ്ലിം ലീഗ് എന്ന് ചാടി മാർക്സിസ്റ്റ് പാർട്ടി പോയി. മാർക്സിസ്റ്റ് പാർട്ടി നീ അടുത്ത ചാട്ടം ചാടിയാൽ നീ എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. നീ BJP പോവും. നിനക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കിട്ടിയാൽ നീ എന്ത് ചെറ്റത്തരവും കാണിക്കും. നീ നേരത്തെ PV അൻവറിന്റെ കൂടെ നേരത്തെ പോകാനായിട്ട് നീ ശ്രമിച്ച് പോവും എന്ന കണ്ടീഷൻ വന്നപ്പോൾ നിനക്ക് ആരോ എന്തോ ഓഫർ തന്നു. അപ്പൊ നീ ഉടനെ ചാടി PV അൻവറിനെ നീ വച്ചുകൊടുത്ത്. നീ അങ്ങനത്തെ സാധനമാണ്. അപ്പോ ഇങ്ങനെയുള്ള സ്ഥാനമോഹികളും അധികാരമോഹികളും ഒന്നും രാഷ്ട്രീയത്തിൽ കൂടുതൽ നിൽക്കില്ല. നീ PC ജോർജിന്റെ അവസ്ഥ നിനക്ക് വരും. ആരും വേണ്ടാത്ത ഒരവസ്ഥ വരും. നീ അത് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയന്ന് സൂക്ഷിച്ച് നീ ജീവിച്ചാൽ നിനക്ക് നല്ലതാണ്. ഓക്കെ, കൂടുതലായിട്ട് ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇതിവിടെ കേരള സമൂഹത്തിലുള്ള ആളുകൾ പറയാൻ ആഗ്രഹിച്ചാണ് ഞാൻ ഇവിടെ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളത്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.